നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ വേണ്ടേ അമ്പിളി അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അച്ഛ. അത് ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. അതെ, ഞാനും ഇന്ന് മുതൽ കമ്പനിയിലോട്ട് വരുവാ. രഘുവേട്ടൻ അവിടെ അത്രയ്ക്ക് വലിയ തിരക്കാണെങ്കിൽ ഞാനും കൂടെ സഹായിക്കാം. അതൊക്കെയാണല്ലോ ഒരു ഭാര്യയുടെ കടമ. രഘുവേട്ടന്റെ സമാധാനത്തോടെ ഇരുന്ന് ആഹാരം കഴിച്ചോ. ഞാനേ വേഗം പോയി റെഡി ആയിട്ട് വരാം. 2 ദിവസം അമ്പിളി നിന്റെ കൂടെ വരട്ടെ രഘു. അപ്പൊ പിന്നെ അവക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ മനസ്സിലായിക്കൊള്ളൂല്ലോ. ഒന്നോട്ടെ അമ്മാവാ, എനിക്കെന്താ. ഞാൻ പിന്നെ ചീരുവിന്റെ ഡെലിവറി കഴിയും വരെ അമ്പിളി ഇവിടെ ഉണ്ടാവുന്നത് നല്ലതല്ലെന്ന് വിചാരിച്ചിട്ടാ. അത് കുഴപ്പമില്ല രഘു, ഞാനും ഭാനുവമ്മക്ക് ഇവിടെ ഉണ്ടല്ലോ. നീ കഴിക്കേ. മോളെ ദോശ എടുത്തു കൊടുക്ക്. വേണ്ട വേണ്ട, മതി. കുറച്ച് വെള്ളം തന്നാ മതി. നീ ഇത് ഈ വെള്ളം എടുത്തും കുടിച്ചേ. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കുറച്ചു ദിവസമായി ഒരു ഒളിച്ചുകളി തുടങ്ങിയിട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാ വിചാരം. ചീർപ്പ് ഇവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടോ? ഈ ലച്ചു ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ലച്ചു, ലച്ചു! അല്ലേ വേണ്ട, ഞാൻ പോവാണെന്ന് തോന്നിയാ അവളും കൂടെ വരാൻ വാശി പിടിക്കും. അത് വേണ്ട. അവളെ കൊണ്ടുപോയാ എനിക്ക് അവളെ നോക്കിയിരിക്കാനേ പറ്റും. രഘുവേട്ടന്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിലേ ലേറ്റ് ആവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ അമ്പിളിയുടെ ഉറഞ്ഞു തുള്ളൽ. വേറെ വഴിയില്ലല്ലോ. അവളൊന്ന് ഒരുങ്ങിയിറങ്ങേണ്ട താമസമേ ഉള്ളൂ. ഞാൻ നേരെ കമ്പനിയിലേക്ക് വന്നോളാം. ശരിയെങ്കിലേ. രഘുവേട്ടാ, വെള്ളം. ശരിക്കും ആ ബില്ല് കമ്പനിയിലെ കുമാറിന്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങിയത് തന്നെയാണോ രഘുവേട്ടാ? എന്താ ചിരു, അമ്പിളെ പോലെ നിനക്കൊന്നെ സംശയമാണോ? അവൾ എൻ്റെ കൂടെ കമ്പനിയിലേക്ക് വരുന്നുണ്ടല്ലോ. സ്റ്റിച്ചിങ് സെക്ഷനിൽ കുമാറിനെ കണ്ട് നേരിട്ട് തന്നെ ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം രഘുവേട്ടന്റെ ഡ്രസ്സ് അലക്കാനെടുത്തത് ഞാനായിരുന്നു. അന്ന് വേറൊരു ബില്ല് എനിക്കും കിട്ടി. എന്ത് ബില്ല്? അതില് സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം കൂടി 1700 രൂപയുടെ ബില്ലായിരുന്നു. അത് ഈ വീട്ടിലെത്തിയിട്ടില്ലെന്ന എന്റെ വിശ്വാസം. ആ ബില്ലിന്റെ കാര്യം നീ അമ്പിളിയോട് പറഞ്ഞു? ഇല്ല, ആദ്യം അത് രഘുവേട്ടനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും ഒരു ബില്ല് ചേച്ചിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇത് സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാ. ചിരു, നിങ്ങളൊക്കെ കരുതും പോലെ ഞാൻ റോങ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു പ്രായശ്ചിത്തം മാത്രമാ, എന്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. അപ്പോ രഘുവേട്ടൻ ആദിയുടെ ഫാമിലിയെ പോയി കണ്ടു അല്ലേ?